ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമുക്കപ്പോൾ ഇന്ന് നല്ലൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നാരങ്ങ കഴുകി വൃത്തിയാക്കി നമുക്കത് വേവിച്ചെടുക്കണം. ആവിയിൽ പകുതി വേവിക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തത് അത് ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലടിച്ചിട്ട് ചതച്ചെടുത്താൽ മതി, പേസ്റ്റാക്കണ്ട. ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഉപ്പിട്ടിട്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ നാരങ്ങ വെക്കണം, അങ്ങനെ വെച്ചതാട്ടോ അത്. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക അച്ചാറിന്. ഇനി പാൻ വെച്ചിട്ട് നമുക്ക് കടുകും ഉലുവയും ഉഴുന്നും കൂടി നമുക്ക് വറുത്തെടുക്കാം. അതിലേക്ക് വേപ്പിലും മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കായം നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. റെഡി ആയിട്ടുണ്ട്, നമുക്കത് മാറ്റാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിയിൽ ഇത് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇത് പ്രത്യേക ഒരു മണം, ഈ മല്ലിയിലും വേപ്പിലും കൂടി നമ്മൾ ഇതെല്ലാം കൂടി പൊടിക്കുമ്പോൾ അച്ചാറിലിടുമ്പോൾ പ്രത്യേക മണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിടുക. ഞാൻ എള്ളെണ്ണ എടുത്തിരിക്കുന്നത്. എള്ളെണ്ണ അതിൽ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. നമുക്ക് എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് എണ്ണ ചൂടാൻ വേണ്ടിയിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഒരു മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇത് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് മുളക് പൊടിയിലേക്ക് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മുളക് പൊടി ഇടണമെങ്കിൽ. ഇവിടെ നിന്ന് കരിഞ്ഞു പോകും കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നാരങ്ങ നമുക്ക് മിക്സ് ചെയ്യാം. അതൊക്കെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉലുവ പൊടിച്ചത്, കായൊക്കെ പൊടിച്ചത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ചൊറുക്ക് വെച്ചെടുക്കണം. വിനാഗിരി എന്നും പറയും, ചൊറുക്കാന്നും പറയാമെന്ന്. നിങ്ങളെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ചുരുക്ക കുറച്ച് ഒഴിച്ചെടുക്കുന്ന, പുളി കൂടണ്ടെന്ന് വെച്ചിട്ട്. എങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, വിനാഗിരിയൊക്കെ. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇനി വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്ത് ശരിക്കും കിട്ടിയില്ല. ചുരുക്ക വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് പിടിച്ച് മിസ്സായി പോയി. അത് ഷൂട്ട് ചെയ്തത് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ടേസ്റ്റിയാണ്, എല്ലാവരും ചെയ്ത് നോക്കൂ. ഇതൊന്നും നമ്മൾക്ക് എന്താ പറയുക, ശരിക്കും
കഴിക്കാത്തവർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സത്യം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് അനുഭവത്തിൽ വരുള്ളവരാകുന്നു. നമുക്ക് നമ്മുടെ കായൊക്കെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇലകൾ മറ്റേ മല്ലിയില വേപ്പില ഇട്ട് കൊടുത്തുകൊണ്ടിട്ട് ആ കളർ വന്നേക്കുന്നത്. പക്ഷേ സംഭവം നല്ല മണമാണ്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. കേട്ടോ, ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ. ഓക്കെ, റെഡി ആയിട്ടുണ്ട് നമ്മുടെ അച്ചാർ. സൂപ്പർ അച്ചാർ, ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യും. പ്ലീസ് ട്രൈ. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയണം. താങ്ക് യു. താങ്ക്സ് ഓൾ. ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.